മരണപ്പെടുന്നതിന് അതിന്റെ തൊട്ടു തലേ ദിവസം ദുബായിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി ശാശ്വതികാനന്ദയെ മർദ്ദിച്ചിരുന്നു എന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണം ആ വിധത്തിൽ വാക്കുകളാണ് സ്വാമിയുടെ തന്നെ വാക്കുകൾ ആണ് പുറത്തു വരുന്നത്. സ്വാമി തന്റെ സന്തത സഹചാരിയായ രവികുമാർ എന്ന വ്യക്തിയോട് ദുബായിൽ വെച്ച് തുഷാർ തന്നെ ആക്രമിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയതായാണ് ഇപ്പോൾ വാക്കുകൾ, രവികുമാറിന്റെ തന്നെ വാക്കുകൾ പുറത്തു വരുന്നത്. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾക്കിടെയായിരുന്നു മദ്യലഹരിയിലായിരുന്ന തുഷാർ സ്വാമിയെ ആക്രമിച്ചത് എന്ന് സ്വാമി തന്നെ പറഞ്ഞു. തിരികെ സ്വാമി നാട്ടിലെത്തിയാൽ വെള്ളാപ്പള്ളിയെ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സിറ്റുവേഷൻസ് കൊണ്ടുപോകും എന്നും സ്വാമി രവികുമാറിനോട് പറഞ്ഞതായാണ് രവികുമാറിന്റെ തന്നെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. ഒരുപക്ഷെ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടുള്ള സാഹചര്യങ്ങളുടെ സ്ഥിരീകരണം കൂടിയാണ് രവികുമാറിന്റെ വാക്കുകളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. തന്നെ തുഷാർ വെള്ളാപ്പള്ളി ദുബായിലെ ഹോട്ടൽ വെച്ച് ശാരീരികമായി ആക്രമിച്ചതായി സ്വാമി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് സ്വാമിയുടെ അടുത്ത സുഹൃത്തും സന്തത സഹചാരിയുമായിരുന്ന വർക്കല വാവ എന്നറിയപ്പെടുന്ന എസ് രവികുമാർ പറഞ്ഞു. ദുബൈയിൽ വന്ന് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് സ്വാമി എന്നെ 2-3 പ്രാവശ്യം ബന്ധപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ സ്വാമി എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ അവർ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ തുഷാറും ടീമും അങ്ങനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാൻ കാര്യം ശ്രീ വെള്ളാപ്പള്ളിയും നമ്മളെ ശാശ്വതാനന്ദ സ്വാമിയും കൂടി വഴക്കായി. അത് ഫൈനാൻഷ്യലി ചെറിയ പ്രോബ്ലംസിൻ്റെ ഇതിൽ ഉണ്ടായ ഒരു വഴക്കിനെ ചൊല്ലി അത് നാട്ടിലെ ഒരു പ്രശ്നമാണ്. നാട്ടിൽ ഈ ഫണ്ട് പിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സംസാരം നടന്ന് അതിൽ തുടങ്ങിയ ഒരു വാക്കുതർക്കം, അത് പിന്നെ വലിയ വാക്കുതർക്കമായി. വാക്കുതർക്കം ആകുന്ന സമയത്ത് വെള്ളാപ്പള്ളി എടാ പോടാ മറ്റുള്ള ഭാഷകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നെല്ലാം പറഞ്ഞ് നീ എന്നെല്ലാം ഉള്ള രീതിയിൽ വിളിച്ച് അങ്ങനെ അവസാനം ശാശ്വതാനന്ദ സ്വാമി പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് പോയി കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഞാൻ എടുത്തിരുത്തിയ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറ്റുമെന്നാണ്. അതെൻ്റെ അടുത്ത് പറഞ്ഞ്. പിന്നെ അതിനുശേഷം ഈ മരണത്തെക്കുറിച്ചാണ് അറിയുന്നത്. വൻ സാമ്പത്തിക ക്രമക്കേടുകൾ ചോദ്യം ചെയ്യുകയും നാട്ടിൽ തിരിച്ചെത്തിയാൽ ഉടൻ SNDP യോഗ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളിയെ മാറ്റുമെന്ന് മുഖത്ത് നോക്കി സ്വാമി പറഞ്ഞതുകൊണ്ടാണ് സ്വാമിയെ ശാരീരികമായി ആക്രമിച്ചതെന്നും രവികുമാർ വെളിപ്പെടുത്തി. ഇക്കാര്യം സ്വാമി തന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ വെച്ചിട്ട് സ്വാമിയെ ആക്രമിച്ചു. അതിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് മെയിനായിട്ട് അറ്റാക്ക് ചെയ്തത്. അപ്പോൾ സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെ ആക്രമിച്ചു, അടിച്ചു പിടിച്ചു എന്നല്ല പറഞ്ഞു, എന്നെ ആക്രമിച്ചു, എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തി. അപ്പോൾ അതിനെക്കുറിച്ച് അതായത് തുഷാർ ഇത്രയും വയലൻ്റ് ആകാനുള്ള കാരണം എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് എടുത്തിരുത്തിയത് ഞാനാണ്. ആ സ്ഥാനത്ത് ഞാൻ മാറ്റും, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഞാൻ മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറയുകയും ചെയ്തു. അങ്ങനെ പരസ്യമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന് പ്രതികാരമായിട്ടാണ് അറ്റാക്ക് ചെയ്തത്. കടലിൽ നീന്തുന്ന സ്വാമി ഒരു പുഴയിൽ മുങ്ങി മരിച്ചുവെന്ന് ആരും വിശ്വസിക്കുകയില്ല. സ്വാമിയെ കൊന്നത് തന്നെയാണെന്ന് രവികുമാർ വെളിപ്പെടുത്തി. സ്വാമിക്ക് നല്ലതുപോലെ കുളിക്കാൻ ഇറങ്ങിയാൽ തന്നെ കടലിൽ നീന്താൻ അറിയാം. എൻ്റെ വീട് കടപ്പുറത്താണ്, കടൽ സൈഡിലാണ്, വർക്കല കായ്ക്കര. സ്വാമി ഞാനും കൂടെ രാത്രി വന്നിട്ട് സ്വാമി രാത്രി എൻ്റെ അടുത്ത് പറയുമായിരുന്നു, വാവേ എനിക്ക് കുളിക്കണം. ഈ തിരയുള്ള കടലിൽ സ്വാമി ഇറങ്ങി നീന്തുമായിരുന്നു. തിരയുള്ള കടലിൽ അതായത് പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് സ്വാമി ഇറങ്ങിയിട്ട് കടലിൽ നീന്തുമായിരുന്നു. അത്രയ്ക്ക് നീന്താൻ അറിയാവുന്ന ഞാൻ ഞങ്ങളുടെ വീട്ടിൻ്റെ ആ സൈഡിലുള്ള കടലിൽ ഇതുവരെ ഇറങ്ങി നീന്തിയിട്ടില്ല. സ്വാമി എന്നെ കരയിലിരുത്തിയിട്ട് സ്വാമി ഇറങ്ങി നീന്തുമായിരുന്നു. അത്രയ്ക്ക് കടലിൽ നീന്താൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് പുഴയിൽ നീന്താൻ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും? ഇത് അപകടമാണ്, ഇത് കൊന്നതാണ്. അപകടമെന്ന് പറയുന്നത് അത് കൊന്നതാണ്. കാരണം അന്ന് പോസ്റ്റ്മോർട്ടം വേണ്ടാന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറഞ്ഞ ശ്രീ വിദ്യാസാഗറാണ്. പിന്നെ ആ സമയത്ത് ഈ കേസ് ഒത്തുതീർപ്പാക്കി ഒതുക്കി തീർത്തത് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് AK ആൻ്റണിയും ശ്രീമാൻ വെള്ളാപ്പള്ളിയും കൂടെ ചേർന്നിട്ടാണ്. വെള്ളാപ്പള്ളി നടേശനെതിരെ വെള്ളാപ്പള്ളിയുടെ ഒരു സഹോദരൻ അച്ചടിച്ച് പുറത്തുവിട്ട നോട്ടീസ് അടക്കം പല കാര്യങ്ങളും വരും നാളുകളിൽ പുറത്തു വരുമെന്നും എസ് രവികുമാർ പറഞ്ഞു. ഫുജൈറയിൽ നിന്നും EM അഷ്റഫ് ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ രവികുമാർ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്വാമിയും
ക്ഷമിക്കണം, തുഷാറും വെള്ളാപ്പള്ളിയും ദുബായിൽ വെച്ച് സ്വാമിയെ കണ്ടിരുന്നു. അവർ തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു. അതിനുമപ്പുറത്തേക്ക് തുഷാർ ആക്രമിച്ചിരുന്നു. ഒരുപക്ഷെ മരണത്തിന് ഇടയാക്കുന്ന രീതിയിൽ, അതായത് കൊല്ലാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആക്രമിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തൽ സ്വാമി തന്നെ രവികുമാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വിധത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രീ രവികുമാർ വെളിപ്പെടുത്തുന്നത്? അഷ്റഫ്, രവികുമാർ സ്വാമി ശാശ്വതാനന്ദ സ്വാമിയുടെ ഈ ഗൾഫിലെ മാത്രമല്ല നാട്ടിലെയും സന്തോഷ സഹചാരിയായിരുന്നു. നാട്ടിൽ വെച്ചാണ്, അതായത് ഒരേ നാട്ടുകാരാണ്. നീണ്ട വർഷങ്ങളോടെ, വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ രവികുമാറിന് ശാശ്വതാനന്ദ സ്വാമിയായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ മാത്രമല്ല നാട്ടിലും അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ രഹസ്യങ്ങളും സ്വാമി രവികുമാറിനോട് പങ്കുവച്ചിരുന്നു. അങ്ങനെയാണ് ഹോട്ടൽ ഫെറമൻ, അതായത് ദുബായിലെ ഫെർമൻ ഹോട്ടലിൽ വെച്ച് തുഷാർ വെള്ളാപ്പള്ളി ആക്രമിച്ച കാര്യം ശാശ്വത സ്വാമി നേരിട്ട് രവികുമാറിന്റെ ഫോണിൽ പറയുന്നത്. ഇതിന് കാരണം വളരെ വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ആ ആക്രമണത്തിൽ സ്വാമി കൊല്ലപ്പെടുമായിരുന്നു എന്ന തോന്നൽ വരെ രവികുമാർ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇതിന് കാരണം ചില സാമ്പത്തിക ക്രമക്കേടുകൾ, അതായത് എസ്.എൻ. ട്രസ്റ്റുമായിട്ടും നാട്ടിലെ ചില ഫണ്ട് പിരിവുമായിട്ടും ഇവിടെയുള്ള ചില ഫണ്ട് പിരിവുമായും ഉള്ള ചില പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിട്ട് സ്വാമി ചോദ്യം ചെയ്യുകയും ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തിയാൽ ഉടനെ മാറ്റും എന്ന രീതിയിൽ തുറന്നു പറയുകയും ചെയ്തതിനു ശേഷം അവർ തമ്മിൽ വലിയ തോതിലുള്ള വാക്തർക്കമുണ്ടായി. തുഷാർ വെള്ളാപ്പള്ളി തന്നെ നേരിട്ട് വളരെ അസഭ്യമായ രീതിയിൽ സംസാരിച്ചു. അതിനുശേഷം തുഷാർ വെള്ളാപ്പള്ളി വളരെയേറെ സംസാരിക്കാൻ, അതായത് തെറി വിളിക്കുകയും പിന്നീട് ശാരീരികമായി ആക്രമിക്കുകയും ഉണ്ടായത്. ഈ ആക്രമണത്തിൽ ചിലപ്പോൾ ശാശ്വത സ്വാമി മരണപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എന്ന തോതിൽ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് രവികുമാറോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല തുഷാർ വെള്ളാപ്പള്ളിയും വളരെ ആസൂത്രിതമായ രീതിയിൽ സ്വാമി ശാശ്വതകാനന്ദക്കെതിരെ നീങ്ങുകയും അത് ശാരീരികമായി ആക്രമിക്കുന്ന രീതിയിൽ വരെ എത്തുകയാണെങ്കിൽ കാരണം സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല, വെള്ളാപ്പള്ളിയെ നിലനിൽപ്പ് തന്നെ ബാധിക്കും എന്ന രീതിയിൽ വന്നതിന് ശേഷമാണ് തുഷാർ വെള്ളാപ്പള്ളി ഒരു ഗുണ്ടയെ പോലെ. തിരികെ എത്താം. ശ്രീ രവികുമാർ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേർന്നില്ല. ശ്രീ രവികുമാർ, എന്തൊക്കെ കാര്യങ്ങളാണ് സ്വാമി അന്ന് നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ദുബായിൽ വെച്ച് നടന്ന കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് താങ്കളോട്? എന്നോട് സംസാരിച്ചത് ശ്രീമാൻ വെള്ളാപ്പള്ളിയായിട്ടുള്ള വാക്ക് തർക്കത്തിൽ പ്രശ്നങ്ങളായി. അതിനുശേഷം സ്വാമിയെ എടാപോടാന്നുള്ള രീതിയിൽ വിളിക്കുകയും സ്വാമിയെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ അവിടെ ഒരുപാട് വ്യക്തികളുടെ മുന്നിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും അതിനുശേഷം ശ്രീമാൻ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി പാർട്ടി ആക്രമിച്ചു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അടിച്ചു എന്നോ അങ്ങനെയല്ല, എന്നെ ആക്രമിച്ചു. പിന്നെ ഞാൻ ഇതിന് ശേഷം ശ്രീമാൻ വെള്ളാപ്പള്ളിയുടെ അടുത്ത് സ്വാമി പറഞ്ഞ ഒരു വാചകമാണ്, ഈ സ്ഥാനത്ത് ഞാനായിട്ട് നിന്നെ എടുത്തിരുത്തിയെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ മാറ്റുവാനും എന്നെ കൊണ്ട് കഴിയും. ഞാൻ ഇവിടെ നിന്ന് മടങ്ങി നാട്ടിലെത്തിയാൽ ഉടനെ ആദ്യം ചെയ്യുന്നത് നിന്നെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കും എന്നുള്ള ഒരു വാക്ക് തർക്കത്തിൽ ചലഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അതിനുശേഷമാണ് ഈ മരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഇതിന്റെ പിന്നിൽ ഇവർ രണ്ടുപേരുമാണെന്നുള്ളത്. ശ്രീ രവികുമാർ, എന്താണ് ദുബായിൽ ഈ സംഭവം നടന്നത്? എന്നാണ് സ്വാമി കൊല്ലപ്പെടുന്നതിന് എത്ര ദിവസങ്ങൾക്ക് മുമ്പാണ് സ്വാമി അതായത് അവസാന യാത്രയിൽ ഇവിടെ യുഎയിൽ നിന്ന് അവസാന യാത്രയിലാണ് എന്നെ വിളിച്ച് സംസാരിക്കുന്നതും എന്നോട് തിരിച്ചു വരണമെന്ന് പറയുന്നതും അങ്ങനെ ഒരു ആവശ്യപ്പെട്ടതും. എന്നിട്ട് തുടർന്നുള്ള ഒരു യാത്ര ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. അതെ, കേരളത്തിലേക്ക് തിരിച്ചു പോകുന്നത്. യുഎയിൽ നിന്ന് ഞങ്ങളുടെ സ്വാമി ശാശ്വതാനന്ദ സ്വാമി തിരിച്ച് കേരളത്തിലേക്ക് പോവുകയും ആ പറഞ്ഞ വാക്കും പ്രകാരം സ്വാമി എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ ഒരു വ്യത്യാസവും വരുത്തില്ല. എന്റെ അടുത്തും പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ശ്രീമാൻ വെള്ളാപ്പള്ളിയുടെ അടുത്ത് ചലഞ്ച് ചെയ്തിട്ടാണ് പോയത്. ഞാൻ ഇവിടെ നിന്ന് അവിടെ കേരളത്തിലെത്തിയാൽ ഞാൻ എടുത്തിരുത്തി ഈ സ്ഥാനത്ത് നിന്ന് നിന്നെ മാറ്റിയിരിക്കും. അത് വ്യക്തമായിട്ട് ഇവിടെ വെച്ച് ചലഞ്ച് ചെയ്തിട്ടാണ് പോയത്. ഇവിടെ ഈ വിഷയത്തിൽ, അതായത് ദുബായിൽ വെച്ച് ആക്രമിച്ചു എന്ന വിഷയത്തിൽ നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അതായത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നൊക്കെയാണ്. അതായത് ഈ ദുബായ് സന്ദർശന വേളയിൽ അതേസമയം ഇവർ പർപ്പസ്ഫുള്ളി ഈ ഒരു വിഷയം സ്വാമി അവരോട് സംസാരിക്കുകയായിരുന്നു എന്ന് വ്യക്തമാണോ? ഈ സാമ്പത്തിക ക്രമക്കേട് ഞാൻ ഒന്നുകൂടെ പറയാം. ദുബായിൽ വെച്ചു അല്ലെങ്കിൽ യുഎയിൽ വെച്ചു എന്ന് പറയുന്നത് ഏത് സമയം സ്വാമി എല്ലാവരുടെയും കൂടെ അല്ലായിരുന്നല്ലോ. അപ്പൊ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെ ഒരു വാക്കുമാറ്റത്തിലൂടെ പറയാമല്ലോ, എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും പറഞ്ഞില്ല എന്നുള്ളതല്ലോ.
ഒരു വ്യക്തി എപ്പോഴും ഏത് സമയം ഒരു ഹോട്ടലിനകത്തോ എവിടെയെങ്കിലും അടച്ച് മാത്രമേ ഇരിക്കില്ലല്ലോ. തുഷാർ മദ്യലഹരിയിലായിരുന്നോ? സ്വാമി അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? അല്ല, സ്വാമി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. സ്വാമി എന്റെ അടുത്ത് പറഞ്ഞു എന്നെ ഭയപ്പെടുത്തും, ഞാൻ എന്നെ ഒരുപാട് എന്നെ മാനസികമായിട്ട് തുഷാർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? സാമ്പത്തിക ക്രമക്കേട് എന്ന കാര്യത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പറഞ്ഞുവോ? സാമ്പത്തിക ക്രമക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചാണല്ലോ നടന്നിട്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പൊ ഇത് സാധാരണയായിട്ട് ഈ പൈസയുടെ ഒരു വലിയൊരു ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഇതിലുണ്ടാവുന്ന ഒരു സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണല്ലോ. അതായത് സ്വാമിക്ക് തന്നെ അറിയാമായിരുന്നു ഇവർ ഈ വിഷയങ്ങളെ ഇങ്ങനെ തന്നെ ആയിരിക്കും നേരിടുക എന്ന്, ശാരീരികമായി ആയിരിക്കും നേരിടുക എന്ന് സ്വാമിക്ക് തന്നെ അറിയാമായിരുന്നു. സ്വാമിക്ക് തന്നെ അറിയാമായിരുന്നു. സ്വാമിക്ക് സ്വന്തമായിട്ട് ലൈസൻസ്ഡ് ഗണ്ണുണ്ട്. പക്ഷെ ആ സമയത്ത് അവിടെ ആശ്രമത്തിൽ അവിടെ നിന്ന് കുളിക്കാൻ പോകുന്ന സമയത്ത് അത് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അത് ഒരു പക്ഷെ അത് കൊണ്ടുപോയിരുന്നുവെങ്കിൽ സ്വാമിക്ക് അത് സംഭവിക്കില്ലായിരുന്നു. അത് തന്നെയാണ് ഒരു പക്ഷേ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ജലസമാധി എന്ന ആ ഒരു വിഷയത്തിൽ തന്നെ വലിയ തർക്കങ്ങൾ വരുന്നതും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ അടക്കം പറയുന്നതും. ഇത്രയേറെ ശാസ്ത്രീയമായി നീന്തൽ അറിയാവുന്ന ഒരു വ്യക്തി എങ്ങനെ മുങ്ങി മരിച്ചു എന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് താങ്കളും ആ വിധത്തിൽ തന്നെ പറഞ്ഞു കേട്ടു. ഞാൻ തീർച്ചയായിട്ടും, കാരണം സ്വാമി എന്റെ മുന്നിൽ വെച്ച് കടലിൽ ഇറങ്ങിയിട്ട് തിരമാലകളെ അതിജീവിച്ച് നീന്തുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് ഒരു കാരണവശാലും നമുക്കത് പറയാൻ പറ്റത്തില്ല. നമുക്കെന്നല്ല ഒരു വ്യക്തിക്കും സ്വാമിയെ ഇപ്പൊ ഗിന്നസ് റെക്കോർഡിൽ ചേർക്കണമെന്ന് ഞാൻ പറയുന്നില്ല. സ്വിമ്മിങ്ങിൽ അത്ര വിദഗ്ധനായിരുന്നു ആ ഒരു വ്യക്തി. അവിടെ ഇറങ്ങിയിട്ട് സ്വാഭാവികമായിട്ട് ഒരു മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? അന്നത്തെ ആ ഒരു സംഭവത്തിലേക്ക് തന്നെ വരാം. എത്ര നേരം ഇവർ സംസാരിച്ചിരുന്നു? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? സ്വാമി എന്നെ 3 പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. 3 പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടും എന്റെ അടുത്ത് പറഞ്ഞത് ഇതാണ്, ഞാൻ വലിയ പ്രശ്നങ്ങളാണ്, എന്റെ അടുത്ത് തിരിച്ചു വരണം. ഞാനും സ്വാമി നല്ലൊരു സുഹൃത്ത് ബന്ധമായിരുന്നു. എന്റെ അടുത്ത് തിരിച്ചു വരണം, തിരിച്ചു നമുക്ക് കേരളത്തിൽ തന്നെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാണ്. എന്നെ ആക്രമിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, തുഷാർ വെള്ളാപ്പള്ളി എന്നെ ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷമാണ് എന്റെ അടുത്ത് സ്വാമി പറഞ്ഞത് വെള്ളാപ്പള്ളി കൃത്യമായി എപ്പോഴാണ് അത് അദ്ദേഹം പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? ഈ സംഭവം എന്നെ രാവിലെയാണ് വിളിച്ചത്. അതായത് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്നെ രാവിലെയാണ് അവസാനമായിട്ട് എന്നെ വിളിച്ചത്. അതിനുശേഷം എപ്പോഴാണ് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് തിരിച്ചത്? വൈകുന്നേരത്തുള്ള ഫ്ലൈറ്റ് ആയിരുന്നു. സംഭവം നടന്നത് രാത്രിയാണെന്ന് തോന്നുന്നു. തലേദിവസം രാത്രി ആകാനാണ് എന്നെ രാവിലെയാണ് വിളിച്ചിട്ട് എന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ മറ്റ് യാത്രകളെല്ലാം ഒഴിവാക്കി എത്രയും വേഗം ഈ വിധത്തിൽ കാര്യങ്ങൾ താൻ നിശ്ചയിച്ച രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം തന്നെ യാത്ര തിരിച്ചത്. തീർച്ചയായിട്ടും ഇവിടുന്ന് മസ്കറ്റിലെ പ്രോഗ്രാമും കൂടെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങുമായിരുന്നു. പക്ഷെ ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത് ഈ ഒരു ഇഷ്യൂ കാരണം. ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു എന്ന് വ്യക്തമാണ്. വ്യക്തമാണ്. കാരണം നേരത്തെ ഇത്തരത്തിലൊരു തുഷാറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ പ്രോഗ്രാം ഒന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല, യാത്ര എല്ലാം കഴിഞ്ഞാണ് നാട്ടിലേക്ക് മടങ്ങിയത് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ബെഹറിലെ മിസ്റ്റർ സുജാതൻ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മിസ്റ്റർ സുജാതന്റെ വീട്ടിൽ ബെഹറിൽ വെച്ചാണ് ഈ ആദ്യമായിട്ട് ഈ പ്രശ്നം ആരംഭിക്കുന്നത്. ദയവായി തുടരുക ശ്രീ രവികുമാർ. ശ്രീ സി കെ വിദ്യാസാഗർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നത്. ശ്രീ വിദ്യാസാഗർ, ഒരുപക്ഷെ സാഹചര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണ് ഇവിടെ ശ്രീ രവികുമാർ ചെയ്യുന്നത്. ദുബായിൽ വെച്ച് വെള്ളാപ്പള്ളിയും മകനുമായി സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നടന്നു. തുടർന്ന് തുഷാർ തന്നെ ആക്രമിച്ചു എന്ന് ശ്രീ രവികുമാറിനെ വിളിച്ച സ്വാമി തന്നെ പറയുകയുണ്ടായി എന്നാണ് ഇപ്പോൾ ശ്രീ രവികുമാർ തന്നെ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ശ്രീ വിദ്യാസാഗർ, ദുബായില് അവരുടെ വിദേശ യാത്രക്കിടയിൽ ഗൾഫിൽ വെച്ചിട്ട് എന്തോ അസുഖകരങ്ങളായ സംഭവങ്ങളൊക്കെ ഉണ്ടായതായിട്ട് സ്വാമിയുടെ തിരോധാനത്തിന് ശേഷം, സ്വാമി സമാധിയായതിനു ശേഷമുള്ള നാളുകളിൽ പല വാർത്തകളും ഇങ്ങനെ വന്നിരുന്നു. ചില സ്നേഹിതന്മാരുടെ ഒക്കെ സ്വാമിയുടെ സുഹൃത്തുക്കളായിട്ടിരുന്ന പലരോടും ഇങ്ങനെ പറഞ്ഞതായിട്ടും ഒക്കെ അന്ന് ചില വാർത്തകൾ വന്നിരുന്നു എന്നല്ലാതെ അതിനെ പറ്റിയിട്ട് വേറെ കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് കഴിയില്ല. പിന്നെ ഈ സാബുവിന്റെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് അതൊരു സസ്പീഷ്യസ് കോണ്ടക്ട് ആയിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അതിനെ പറ്റിയിട്ട് ഞാൻ തോന്നുകയും കമന്റ് പറയുകയും
ചെയ്തിട്ടുണ്ട്. അയാളെയൊക്കെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്താല് ഇതിന്റെയൊക്കെ ഒരു ചില കാര്യങ്ങളെങ്കിലും ഒക്കെ പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന വിവരങ്ങളുടെ ചുവട് പിടിച്ച് കൂടുതൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടായേക്കും, അതിനുള്ള ചാലുകൾ തെളിഞ്ഞേക്കും അവിടെയാണ് ശ്രീ സി കെ വിദ്യാസാഗർ എങ്ങനെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, സ്വാമിക്ക് നേരെ ഇങ്ങനെ ഒരു കടുങ്കൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നുകൂടിയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ തിരികെ കേരളത്തിലെത്തിയാൽ താൻ ആദ്യം ചെയ്യുക ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം തുഷാറിനെയും വെള്ളാപ്പള്ളിയെയും മാറ്റി നിർത്തുകയാണ് ആദ്യ പടി ഞാൻ ചെയ്യുക എന്ന് രവികുമാറിനെ വിളിച്ച് സ്വാമി പറഞ്ഞിരുന്നു. അന്ന് രാവിലെ യാത്ര ചെയ്യുന്നതിന് ആ ദിവസം രാവിലെ പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരം സാഹചര്യങ്ങളോട് ഒരു പക്ഷേ നമ്മളിവിടെ ചേർത്ത് വായിക്കണ്ടേ. അതിനുശേഷം അദ്ദേഹം നാട്ടിൽ എത്തുന്നു. വളരെ യാദൃശികമായ അല്ലെങ്കിൽ വളരെ സ്വാമിജി പ്രോഗ്രാം മുഴുവൻ കംപ്ലീറ്റ് ആക്കാതെ ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് പോയിട്ട് സ്വാമിജി പ്രോഗ്രാം മുഴുവൻ കംപ്ലീറ്റ് ആക്കാതെ ഇടയ്ക്ക് വെച്ച് പ്രോഗ്രാം കട്ട് ചെയ്ത് സ്വാമിയുടെ പ്രോഗ്രാം കട്ട് ചെയ്ത് സ്വാമി അവിടുന്ന് പോരുകയായിരുന്നു എന്നുള്ള വിവരം ഞങ്ങൾ അന്ന് മനസ്സിലാക്കിയിരുന്നു. അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെ പല സംഗതികളും ഒക്കെ സംബന്ധിച്ച് ആ കാലത്ത് തന്നെ ചിലതെല്ലാം അന്തരീക്ഷത്തിൽ പലരും പറയുകയും ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തതായിട്ട് എനിക്കറിയാം. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു സാമ്പത്തിക ക്രമക്കേടും അങ്ങനെ ഒരു വലിയ അസ്വാരസ്യങ്ങളും ഒക്കെ സ്വാമിക്ക് വെള്ളാപ്പള്ളിയുടെയും തുഷാറിന്റെയും കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതും താങ്കൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമല്ലേ? ഈ എസ് എൻ ട്രസ്റ്റിന്റെയും SNDP യോഗത്തിന്റെയും വിദ്യാഭ്യാസ സംഭാവനകൾ സംബന്ധിച്ച് കുറെ കൂടി സുതാര്യത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചിട്ടൊക്കെ സ്വാമിക്ക് ധാരണകൾ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് സ്വാമിക്ക് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഈ ഒരു സുതാര്യത വേണ്ടവണ്ണം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അത് ഭാവിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാം. അത് സംബന്ധിച്ച് ഒത്തിരി ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള സാധ്യതയുള്ള ഒരു അപകടകരമായ മേഖലയുണ്ട്. അതുകൊണ്ട് സുതാര്യമായിട്ട് അത് കൊണ്ടുപോകേണ്ടതാണ്. കുറെ കൂടി ഒരു ഇന്റേണൽ സുതാര്യത, ഒരു ഇന്റേണൽ ട്രാൻസ്പെറൻസി അതിനകത്ത് പാലിച്ചു പോകുന്നതായിരിക്കും ബുദ്ധി എന്ന് സ്വാമിക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ സ്വാമിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടെ താങ്കൾ 96-ലെ സംഭവത്തിൽ താങ്കൾ 96-ലെ സംഭവം എടുത്താൽ, അതായത് അന്ന് വെള്ളാപ്പള്ളി സ്വാമിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് താങ്കളുടെ പേരായിരുന്നു ശാശ്വതാനന്ദ തീരുമാനിച്ചിരുന്നത്. പിന്നീട് വെള്ളാപ്പള്ളിയുടെ സമ്മർദ്ദവും ഭീഷണിയും ഒക്കെ തുടർന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്ന തരത്തിൽ അത് ശരിയല്ല. സ്വാമിജി ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിക്കാനായിട്ട് എന്നെ തന്നെയാണ് നിർബന്ധിക്കുകയും എന്നെ വളരെ നിർബന്ധിച്ച് സ്വാമിജിയും വെള്ളാപ്പള്ളി നടേശനും കൂടെ തൊടുപുഴയിലുള്ള എന്റെ വസതിയിൽ വന്ന് എന്നെ ആ സ്ഥാനം ഏൽക്കുവാനായിട്ട് നിർബന്ധിച്ചു. അപ്പൊ ഞാൻ എന്റെ പരിമിതികൾ പറഞ്ഞു. എനിക്കന്ന് വളരെ തിരക്കുള്ള അഭിഭാഷക വൃത്തിയുടെ കാലമാണ്. ഞാൻ SNDP ജനറൽ സെക്രട്ടറി ഉദ്യോഗം എന്ന് പറഞ്ഞാല് അതൊരു ഫുൾ ടൈം ജോലിയാണ്. ഞാൻ എന്റെ വക്കീലാഫീസുകളും അടച്ചുപൂട്ടി കൊല്ലത്ത് പോയി താമസിക്കുക എന്ന് പറയുന്നത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആകെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിക്ക് കിട്ടുന്ന അലവൻസ് കൊണ്ട് എന്റെ പിള്ളേരെല്ലാം പ്രൊഫഷണൽ കോഴ്സിനും അതിലും ഇതിലൊക്കെ പഠിക്കാൻ പോകുന്ന പ്രായമാണ്. എനിക്ക് സമ്പത്തിന് ധാരാളം ആവശ്യമുള്ളതാണ്. ഈ ഭണ്ണാരപ്പെട്ടി തുറന്നിരിക്കുകയും പുണ്യാളച്ചനും ആവശ്യക്കാരനാകുകയും ചെയ്ത പുണ്യാളച്ചൻ പോലും ചിലപ്പോൾ മോഷ്ടിച്ചു പോകും സ്വാമി, എനിക്ക് ആ കസേര ഇരിക്കാനുള്ള അതുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വെള്ളാപ്പള്ളിയുടെയും ശാസ്ത്രീകാനന്ദ സ്വാമിയുടെയും നിർബന്ധങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി കഴിഞ്ഞപ്പോൾ ശാസ്ത്രീകാനന്ദ സ്വാമി ആഗ്രഹിച്ചിരുന്നത് ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വരികയും വെള്ളാപ്പള്ളി നടേശൻ പ്രസിഡന്റ് ആയിട്ട് വരട്ടെ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഞാൻ ഒഴിഞ്ഞു മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാമി വളരെ നിർബന്ധിച്ചാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന വെള്ളാപ്പള്ളി SN ട്രസ്റ്റിന്റെയും കൂടി സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ വളരെ നിർബന്ധിച്ചാണ് സ്വാമി പ്രസിഡന്റ് പദത്തിൽ ഇരുത്താനായിട്ട് നിർബന്ധിച്ചു എന്നുള്ള സത്യം. എന്റെ വീട്ടിൽ വെച്ചാണ് ഈ സംഭാഷണങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അതിന്റെ ആഗ്രഹപ്രകാരമല്ല അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയത്. വാസ്തവത്തിൽ ആ സമയത്ത് വെള്ളാപ്പള്ളി നടേശൻ അതിന് താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് പരിചയം ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഇതിന്റെ പ്രവർത്തനത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല. അപ്പൊ സ്വാമി എനിക്ക് തറാപറ പോലും അറിയാൻ മേലാത്ത ഞാൻ വന്നാൽ കൊഴിയും. വക്കീലാണെങ്കിൽ പിന്നെ വക്കീലിന് കുറച്ചെല്ലാം കാര്യങ്ങൾ അറിയാം. വക്കീലിന് 10-15 കൊല്ലത്തെ ഇതിനകത്ത് പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെയല്ല ഞാൻ എന്നെ പിടിച്ചാക്കാല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിൽക്കാലത്ത് അത് അദ്ദേഹം ഈ വളരെ ആദ്യകാല സ്വാമിയായിട്ടും അതുപോലെ പരിചയസമ്പന്നരായിട്ടുള്ള ഞങ്ങളുടെ പ്രതാപ് സിംഗ് പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള സമ്പർക്കത്തിലൂടെയും അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് വളരെ നല്ല സാമർഥ്യമുള്ള വളരെ ഷാർപ്പ് മെമ്മറിയും ഷാർപ്പായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശേഷിയുള്ള മനുഷ്യനാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹം അതെല്ലാം സ്വായത്തമാക്കുകയും ചെയ്തു എന്നുള്ള അവസ്ഥ. എന്നോട് ആകാനമെന്ന് പറഞ്ഞ് ഒരു സമയത്ത് ഞാനൊന്ന് സമ്മതിക്കുക പോലും ചെയ്തു. അത് സമ്മതിച്ചപ്പോൾ ശിവഗിരി ആക്ഷൻ കൗൺസിലിന്റെ
പാനലായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പ്രസിഡന്റായും വിദ്യാസാഗർ ജനറൽ സെക്രട്ടറി ആയിട്ടും സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ എല്ലാ ഘടകങ്ങളിലും കേരളം മൊത്താകെ മെസ്സേജും പോയതാ. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. വളരെ നന്ദി ശ്രീ സി കെ വിദ്യാസാഗർ. ഒപ്പം തന്നെ ശ്രീ രവികുമാർ ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചത്. സ്വാമി തുഷാർ വെള്ളാപ്പള്ളിയാൽ ആക്രമിക്കപ്പെട്ടിരുന്നു എന്ന സ്വാമി തന്നെ ശ്രീ രവികുമാറിന്റെ അടുത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. രവികുമാറിന്റെ വാക്കുകളാണ് അല്പം മുമ്പ് നമ്മൾ കേട്ടത്. അദ്ദേഹം നേരത്തെ ടെലിഫോൺ ലൈനിൽ ചേർന്ന് നമ്മോട് സംസാരിക്കുകയുണ്ടായി. നാട്ടിലെത്തിയാൽ മസ്കറ്റിലേക്കുള്ള യാത്ര അദ്ദേഹം ഒഴിവാക്കി വളരെ വേഗം കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു. നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും ഇത്തരത്തിലുള്ള സകല ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറ്റി നിർത്തും എന്ന് സ്വാമി രവികുമാറിനോട് പറഞ്ഞിരുന്നതായാണ് രവികുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.